ആനത്താരയിലേക്ക് ടൂ വീലർ ഓടിച്ചു കയറ്റുകയും ജനവാസ കേന്ദ്രത്തിൽ നിന്നും ആനയെ തിരിച്ചിറക്കാൻ തടസ്സമാകുന്ന രീതിയിൽ ടൂ വീലർ പാർക്ക് ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകനെ വനംവകുപ്പ് താക്കീത് നൽകി വിട്ടയച്ചു. ആന ഉറങ്ങുന്നത് വീഡിയോ പകർത്തിയ മറ്റൊരു പ്രാദേശിക മാധ്യമപ്രവർത്തകനെയും വനംവകുപ്പ് മാപ്പെഴുതി വച്ച് വിട്ടയച്ചു. പരിയാരം റേഞ്ച് ഓഫീസിന് കീഴിലുള്ള ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ തോട്ടത്തിന് സമീപമാണ് രണ്ട് സംഭവങ്ങളും നടന്നിരിക്കുന്നത്. ഏഴാറ്റുമുഖം ഗണപതി എന്ന ആന പരിക്ക് പറ്റിയ നിലയിൽ കണ്ടെത്തിയ ദിവസമാണ് 24 ചാനലിന്റെ പ്രതിനിധി ആനത്താരയിലൂടെ ടൂ വീലർ ഓടിച്ച് ആനയുടെ സമീപത്തേക്ക് പോയത്. ആന ഇയാൾക്ക് നേർക്ക് തിരിഞ്ഞതോടെ ടൂ വീലർ ആനത്താരയിൽ വെച്ച് ഓടി മാറുകയായിരുന്നു. ആനത്താരയിൽ ടൂ വീലർ തടസ്സമായി ഇരുന്നതോടെ ആനയ്ക്ക് തിരികെ കയറി പോകാൻ കഴിഞ്ഞില്ല. ഇതോടെ വാഹനം വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. മുകളിൽ നിന്നും സമ്മർദ്ദം വന്നതോടെ വാഹനം വിട്ടു നൽകുകയും മാധ്യമപ്രവർത്തകന് താക്കീത് നൽകി വിട്ടയക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു മാധ്യമപ്രവർത്തകനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആന ഉറങ്ങുന്ന ദൃശ്യങ്ങൾ പകർത്തിയതിനായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ മാപ്പെഴുതി നൽകിയാണ് വിട്ടയച്ചത്. ഇത്തരത്തിൽ വ്യാപകമായി അനധികൃതമായി ദൃശ്യങ്ങൾ പകർത്തുന്നത് പതിവാണെന്ന് വനംവകുപ്പ് പറയുന്നു. ഇത്തരം സംഭവങ്ങൾക്ക് കേസെടുത്താൽ 7 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. അതേസമയം മാധ്യമപ്രവർത്തകർക്കെതിരെ വനംവകുപ്പ് പക വീട്ടുകയാണ് എന്നാണ് നടപടിക്ക് വിധേയരായവരുടെ വിശദീകരണം. വനംവകുപ്പിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് വിരോധത്തിന് കാരണം. ആനകൾക്ക് പരിക്ക് പറ്റിയ സംഭവമൊക്കെ പലപ്പോഴും പുറത്തറിയുന്നത് ഇവർ പകർത്തുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇത് വനംവകുപ്പിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്.